1.5 കിലോ വെയിറ്റ് വരുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് ടോൾ കേക്കാണ് ഇന്ന് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ 1 കിലോൻ്റെ സ്പഞ്ചാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഇനി ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബട്ടർ പേപ്പറും കൂടി കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ബട്ടർ പേപ്പറിൻ്റെ മുകളിലായിട്ടും കുറച്ചൊന്ന് ഓയിലും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ബബിൾസ് ഒന്നും ഇല്ലാതിരിക്കാൻ നല്ലപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ 1 കിലോൻ്റെ സ്പഞ്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 10 മിനിറ്റ് മുന്നേ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ച ഓവനിൽ 160 ഡിഗ്രിയിൽ 35 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്യാൻ എടുത്ത ടൈം. അപ്പോൾ ഇതൊന്ന് ചൂടാകുന്ന ടൈമിൽ നമുക്ക് 1/2 kg സ്പഞ്ച് ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 3 പ്രാവശ്യം നല്ലതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ അരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 എഗ്ഗാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. ഇനി ഇതൊന്ന് ജസ്റ്റ് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ഇതിലേക്ക് 1/2 കപ്പാണ് പൊടിച്ച പഞ്ചസാര കുറേശ്ശായിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലതുപോലെ ബീറ്റായി വന്നതിന് ശേഷം 1.5 ടേബിൾ സ്പൂണാണ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശായിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂണാണ് ഇളം ചൂടുള്ള പാല് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കുറേശ്ശായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മൾ നേരത്തെ ബേക്ക് ചെയ്ത സെയിം ടിന്നിൽ തന്നെയാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത്. ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 25 മിനിറ്റാണ് 1/2 kg സ്പഞ്ച് തയ്യാറാക്കാൻ എനിക്കെടുത്ത ടൈം. ഇനി വിപ്പിംഗ് ക്രീം തയ്യാറാക്കുക. അതിനായിട്ട് 2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂണ് വാനില എസൻസ് ആണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പഞ്ചസാര പൊടിച്ച പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പ് പഞ്ചസാരയോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ വിപ്പിംഗ് ക്രീം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കേക്കൊക്കെ നല്ലതുപോലെ ചൂടാറി വന്നതിന് ശേഷം 1 kg സ്പഞ്ച് ഞാൻ 3 ലെയറായിട്ടും 1/2 kg സ്പഞ്ച് ഞാൻ 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഐസിങ് ചെയ്യാം. കേക്ക് ബോർഡിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം കൂടി നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ചെറിയും കൂടി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ലെയർ കേക്കും കൂടെ വെച്ച് കൊടുത്തിട്ട് ഷുഗർ സിറപ്പ് നല്ലോണം വെറ്റ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും മുകളിലായിട്ട് കുറച്ചുകൂടി ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ 5 ലെയർ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന വല്ല കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ 5 ലെയറും വെച്ച് കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കാം നമുക്ക്. ഇത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് നമുക്ക് ഇതിന് മുകളിൽ വിപ്പിംഗ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ കേക്ക് ഇവിടെ ഒരുവിധം ഫിനിഷിംഗ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഗനാഷ് തയ്യാറാക്കുക. അതിനായിട്ട് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും 1/2 കപ്പ് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഇനി വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ തന്നെ മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതൊരു ഐസിങ് ബാഗിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്.
ഇനി ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് ഡെക്കറേഷൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ കേക്ക് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു മോഡലൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരെ ടാറ്റാ ബൈ ബൈ.